നമസ്കാരം. UAE-യിൽ ഒരു ജൂത റാബി കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് നൽകിയ തലക്കെട്ട് വിവാദമാകുന്നു. വിവാദമായ പശ്ചാത്തലത്തിൽ പിന്നീട് ഈ തലക്കെട്ട് മാധ്യമം മാറ്റി നൽകുകയായിരുന്നു. മൾഡോവ ഇസ്രായേൽ പൗരത്വമുള്ള ചബാദ് റബി സി കോഗനാണ് കൊല്ലപ്പെട്ടത്. UAE-യിൽ താമസിക്കുന്ന ഇദ്ദേഹത്തെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതി പോലീസിന് ലഭിച്ചിരുന്നു. തുറന്നു നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 ഉസ്ബെക്ക് പൗരന്മാർ പിടിയിലായിട്ടുണ്ട് എന്നാണ് സൂചന. എന്നാൽ ഇവരുടെ വിശദാംശങ്ങളോ മറ്റു കാര്യങ്ങളോ ഇനിയും US സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. റബ്ബി കാണാതായെന്ന വിവരം കിട്ടി മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയതും അതുപോലെ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ പോലീസ് പിടികൂടിയതും. ദുബായിൽ ഒരു സ്ഥാപനം നടത്തി വരികയായിരുന്നു കോഗൻ. ദുബായിലെ ജൂത സമൂഹത്തിലെ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല ജൂതന്മാരുടെ ആത്മീയമായ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ നിലപാടുണ്ടായിരുന്ന അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയായിരുന്നു കോഗൻ. ജൂതവിരുദ്ധ തീവ്രവാദ ശക്തികളുടെ ഇരയായിരുന്നു കോഗൻ എന്നാണ് ഇസ്രായേലി സംഭവത്തെ വിശേഷിപ്പിച്ചത്. കാണാതായ ഇസ്രായേലി റബ്ബിയെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ആദ്യം വാർത്ത നൽകിയിരുന്നത്. എന്നാൽ പല ജൂത സംഘടനകളും ഈ തലക്കെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. അങ്ങേയറ്റം നിഷ്ഠൂരമായി നടത്തിയ കൊലപാതകത്തെ ന്യൂയോർക്ക് ടൈംസ് വെറും മരണമായി കണ്ടു എന്നാണ് ഇവരുടെ പരാതി. സമൂഹ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് നിരവധി പേർ ന്യൂയോർക്ക് ടൈംസിനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. ന്യൂയോർക്ക് മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയും ജൂതർക്കെതിരെ നടക്കുന്ന ക്രൂരകൃത്യങ്ങളെ ഈ മാധ്യമം കുറച്ചു കാണിച്ചു എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കോഗനെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നല്ല, കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്നായിരുന്നു തലക്കെട്ട് നൽകേണ്ടിയിരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജൂത സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുതാക്കി കാട്ടുന്നത് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളുടെയും സ്ഥിരം രീതിയാണെന്നും ആൻഡ്രൂ ക്യൂമോ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. കോഗൻ അപ്രത്യക്ഷനായതല്ല, അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതാണെന്ന കാര്യം ചില മാധ്യമങ്ങൾ മറച്ചുവെച്ചതായി അമേരിക്കയിലെ പ്രമുഖ മാധ്യമ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടി. കോഗനെ തട്ടിക്കൊണ്ടുപോയി വധിച്ചു എന്ന് തന്നെയാണ് ഈ മാധ്യമം തലക്കെട്ട് നൽകേണ്ടിയിരുന്നതെന്നാണ് അവരുടെയും അഭിപ്രായം. കോഗൻ്റെ വധം തീവ്രവാദ പ്രവർത്തനമാണെന്ന് തന്നെയാണ് വാർത്തയിൽ വരേണ്ടിയിരുന്നതെന്നാണ് പൊതുവെയുള്ള എല്ലാവരുടെയും നിലപാട്. ഏതായാലും വിമർശനങ്ങൾക്ക് ഫലം കണ്ടു. തിങ്കളാഴ്ച ന്യൂയോർക്ക് ടൈംസ് ഈ വാർത്തയുടെ തലക്കെട്ട് UAE-യിൽ ഒരു ഇസ്രായേലി റബ്ബിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്ന് മാറ്റിക്കൊടുത്തു. നേരത്തെയും ന്യൂയോർക്ക് ടൈംസ് ജൂതവിരുദ്ധ നിലപാടുകളുടെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിൽ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ളയെ മികച്ച വാഗ്മിയെന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഹസൻ നസ്രുള്ളയുടെ വധത്തെ തുടർന്നാണ് ഈ കൊടും തീവ്രവാദിയുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള ലേഖനം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. സമൂഹ മാധ്യമങ്ങൾ ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് പലരും വിമർശനം ഉന്നയിച്ചത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും എല്ലാം ഒന്നിച്ചു കഴിയുന്ന പാലസ്തീനാണ് നസറുള്ള എക്കാലവും സ്വപ്നം കണ്ടിരുന്നതെന്ന് പോലും ലേഖനത്തിൽ പരാമർശമുണ്ടായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ജൂതവംശത്തിൻ്റെ നാശമാണ് ഹസൻ നസ്രുള്ള ജീവിതത്തിലെന്നും ആഗ്രഹിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും. നിരവധി ജൂത നേതാക്കളെ വധിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ശക്തിയും ഹസൻ നസ്രുള്ളയായിരുന്നു. ഹസൻ നസ്രുള്ളയെ പിന്നീട് ഇതിൻ്റെ പേരിലാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് എന്ന കാര്യവും ഈ മാധ്യമം ഭംഗ്യന്തരേണ മറച്ചു വയ്ക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഇത്തരം തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിനെ സാധാരണഗതിയിൽ അമേരിക്കൻ ജനത ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ മാധ്യമത്തിനെതിരെ അതിശക്തമായ തോതിലുള്ള വിമർശനവും ഉയർന്നത്.